എൻ്റെ ഓഫീസിൻ്റെ വാതിക്കൽ ഒരു നേതാവ് വന്നിട്ട് വല്ലാതെ പ്രക്ഷോഭമൊക്കെ നടത്തുന്നത് കണ്ടു. ആ നേതാക്കന്മാരിൽ ഒരു നേതാവിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ആ നേതാവിന് ഇത്തരം വിഷയത്തെപ്പറ്റി സംസാരിക്കാനുള്ള ധാർമ്മികതയെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് ആ നേതാവ് ആർജവത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ആ നേതാവ് വല്ലാതെ ആർജവമുണ്ടെന്ന് പറഞ്ഞാൽ ആ നേതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇതുവരെ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം. അത് ഭീഷണിയല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഇനി ക്യാപ്ഷൻ കൊടുക്കാൻ പോകുന്ന എങ്ങനെയാണെന്ന് അറിയാം. പക്ഷേ ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അല്ലേ? ബണ്ടി ചോർ മോഷണത്തിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചു എന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്നതിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ആ നേതാവിന് അതിനുള്ള അവകാശമുണ്ടോ എന്ന് ആ പാർട്ടി വിലയിരുത്തട്ടെ. ആ പാർട്ടി വിലയിരുത്തിയതിന് ശേഷം ആ നേതാവ് പിന്നെ ആർജവത്തോട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലുള്ള വെല്ലുവിളികളൊക്കെ നടത്തിയാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. പൊതുസമൂഹത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ തെളിവ് സഹിതം, ഞാൻ അന്തരീക്ഷത്തിലേക്ക് വെടിവെക്കുന്ന ആളല്ല, തെളിവ് സഹിതം ഞാൻ പറയാം. ഒന്ന് ഞാൻ പറയാം. രണ്ട്, ഇനി വല്ലാതെ ഈ ധാർമ്മികത ഇങ്ങനെ തികട്ടി വന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്. വല്ലാതെ ഈ ധാർമ്മികത തികട്ടി വന്ന മാധ്യമ പ്രവർത്തകൻ. ആ മാധ്യമ പ്രവർത്തകനും ഇതൊക്കെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന് അദ്ദേഹം സ്വന്തം മൊബൈൽ ഫോൺ എടുത്തൊന്ന് നോക്കിയിട്ട് പറയട്ടെ. ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ മാധ്യമ പ്രവർത്തകന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി പിണക്കത്തിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും പറ്റിയൊക്കെ ന്യൂസ് ഡെസ്കുകളിലൊക്കെ പാട്ടാണല്ലോ. അപ്പോൾ ആ മാധ്യമ പ്രവർത്തകനും ആലോചിക്കട്ടെ, ഇങ്ങനെ ആക്രോശിക്കാൻ ഉള്ള അവകാശമുണ്ടോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്കത് പറയാനുള്ള ധാർമ്മികതയുണ്ടോ എന്ന് ആലോചിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമുണ്ടല്ലോ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് ഞാൻ ഇന്നത്തെ ദിവസം വരെ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് നാളെയും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ പറ്റി എനിക്ക് ആശങ്കകളില്ല. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന കുത്തിത്തിരിപ്പുകൾക്ക് എനിക്ക് മറുപടിയില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കോടതിയിലും ജനകീയ കോടതിയിലും പറയും. ഞാൻ പറഞ്ഞിട്ട് അന്വേഷണം നടക്കല്ലേ, ആ അന്വേഷണം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാ കാര്യങ്ങളും, ഒരു അന്വേഷണം നടക്കുന്ന വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് മാധ്യമങ്ങളിലൂടെ പുറത്തു പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ റിസർവേഷൻസ് ഉണ്ടാകും. ആ റിസർവേഷൻസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ. അന്വേഷണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായില്ലേ? എന്താണ്? രാഹുൽ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്ന കാര്യം? താൻ ഈ രാജ്യത്തെ ഒരു നിയമത്തിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് രാഹുൽ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, രാഹുൽ പാലക്കാടിന്റെ മണ്ണിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും അയാളെ രോമത്തിൽ തൊടാൻ കഴിയില്ല. ഇപ്പൊ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ, രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. നെവർ എവർ, നിങ്ങൾ എഴുതി വെച്ചോ, ഞാൻ പറയുന്നത്, രാഹുലിനെ തൊടാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കില്ല. നിങ്ങൾ എഴുതി വെച്ചോ. രാഹുൽ പിന്തിരിഞ്ഞോടുമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചതെങ്കിൽ, രാഹുൽ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് പിന്തിരിയുമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഈ ബോംബ് പൊട്ടിച്ചതെങ്കിൽ, നട്ടലുള്ള നേതാവാണ് നിങ്ങൾ കരുതുന്നത് പോലെ അയാൾ പിന്തിരിയില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാ പിന്നെ ആദ്യത്തെ ആരോപണം വന്നപ്പോ രാഹുൽ പേടിച്ചു പോയില്ലേ എന്ന്. അത് പേടിച്ചു പോയി എന്ന് ഞാനതിനെ വിശേഷിപ്പിക്കുന്നില്ല. അയാൾ പോയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അത് ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക റിയാക്ഷനാണ്. കാരണം നമ്മൾ ഇന്ന് വരെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തങ്ങൾക്കെതിരെ അത്തരത്തിൽ ഒരു സ്ഥിതിഗതി ഉണ്ടായിക്കഴിഞ്ഞാല് സംഭവിക്കാവുന്ന കാര്യങ്ങൾ. അന്ന് അയാൾ കുറച്ചധികം ഇമോഷണലായി. ആ ഇമോഷണൽ ആയതിന്റെ ഫലമായിട്ടാണ് അയാൾ മാറി നിന്നത്. പക്ഷെ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയ രാഹുല് ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് വന്നത്. അയാൾ കരുത്താർജിച്ചാണ് വന്നത്. ആ പാലക്കാട്ടെ ജനം ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ പാലക്കാടിന്റെ മണ്ണിൽ ഉണ്ടാകുമ്പോ താനിനി എങ്ങോട്ടുമില്ല, പാലക്കാട്ട് തന്നെ. എന്തൊക്കെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയാലും നിങ്ങളെല്ലാവർക്കും വലിയ കരച്ചിലാണ്. ഞാൻ നിങ്ങളെന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരെയാണ് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാപ്രകൾ മാധ്യമ പ്രവർത്തകർ, ഞാൻ അവരെ ആ വാക്കുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ
ഇവർക്കെല്ലാവർക്കും വലിയ തരത്തിലുള്ള വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. കാരണം രാഹുലിനെ പൂട്ടാൻ കഴിഞ്ഞില്ല, രാഹുലിനെ വെട്ടിവീഴ്ത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു മനോവിഷമം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതിനപ്പുറത്തേക്ക് രാഹുൽ പറഞ്ഞ ഈ പറയുന്ന പ്രതിഷേധക്കാര് MLA ഓഫീസിന് മുന്നിൽ വന്ന് നിന്ന് പട്ടി കുരക്കും പോലെ കുരക്കുന്ന ആളുകള്, ക്യാമറക്ക് മുന്നിൽ നിന്നുകൊണ്ട് ന്യൂസ് റൂമിൽ നിന്നുകൊണ്ട് കുരക്കുന്ന ആളുകള്, രാഹുൽ പറഞ്ഞതുപോലെ എനിക്കറിയാം ആ വ്യക്തിയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല. അവരൊക്കെ ഈ സ്വന്തം മൊബൈൽ, രാഹുൽ പറഞ്ഞതുപോലെ സ്വന്തം മൊബൈൽ ഒന്ന് എടുത്തു നോക്കിയിട്ട് ഇവരുടെ ധാർമ്മികത ഒന്ന് അളക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിലായില്ലേ? രാഹുലിനെതിരെ കുരക്കുവാനുള്ള ഇവരുടെ ധാർമ്മികത ഒന്ന് അളക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഈ കാര്യങ്ങളിൽ പറയാനുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൻ്റെ നിയോജക മണ്ഡലത്തില്, പാലക്കാട് നിയോജക മണ്ഡലത്തില് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. നിങ്ങൾ എത്രയൊക്കെ കരഞ്ഞാലും, നിങ്ങൾ എത്രയൊക്കെ കുത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാലും തിരിയില്ല മക്കളെ, പിന്തിരിഞ്ഞോടില്ല. പാലക്കാടിന്റെ മണ്ണിൽ രാഹുലുണ്ട്. പിന്നെ ഈ പറയുന്ന മാധ്യമങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. മനസ്സിലായില്ലേ? ഇന്നലെ ന്യൂസ് മലയാളത്തില് ഇപ്പൊ ഒരു പടി കടന്നുകൊണ്ട് റിപ്പോർട്ടറെക്കാളും ഒരു പടി കടന്നുകൊണ്ട് ന്യൂസ് മലയാളമാണ് മുന്നിൽ നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ റിപ്പോർട്ടറായിരുന്നു കാര്യങ്ങൾ ഏറ്റെടുത്തതെങ്കിൽ അന്ന് റിപ്പോർട്ടർക്കെതിരെ പ്രേക്ഷകർ തിരിഞ്ഞതോടുകൂടി റിപ്പോർട്ടർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. റിപ്പോർട്ടർ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോ ആ റിപ്പോർട്ടർ വെച്ച സ്റ്റെപ്പിലേക്ക് നടന്നു കയറിയിരിക്കുന്നത് ന്യൂസ് മലയാളമാണ്. അപ്പൊ ന്യൂസ് മലയാളത്തിലെ ഹർഷനും ഈ പറയുന്ന സനീഷും അതുപോലെ ലക്ഷ്മി പത്മയും ഒക്കെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഈ ന്യൂസ് റൂമുകളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആദ്യം ബോധവാന്മാരാകുക. നിങ്ങളുടെ ധാർമ്മികത അവിടെ നിന്ന് തുടങ്ങട്ടെ എന്ന് മാത്രമേ ആദ്യത്തിൽ പറയാനുള്ളൂ. പിന്നെ നിങ്ങളുടെ കരച്ചിലുകൾ, ആ കരച്ചിലുകൾ ഈ പറയുന്ന കേരളത്തിലെ ഈ പറയുന്ന 3.5 കോടി ജനങ്ങള്, അതില് നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന എല്ലാവരുടെ മുന്നിലും ഒരു ക്യാമറയും ഒരു മൈക്കും വെച്ചു കൊടുത്ത് അവർക്കൊരു പ്ലാറ്റ്ഫോം നൽകി കഴിഞ്ഞാൽ അവര് പറയും നിങ്ങൾ പറയുന്നതിലും നല്ല വെടിപ്പായി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രോശങ്ങൾ രാഹുലിനോട് വേണ്ട എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ആക്രോശങ്ങളും വെല്ലുവിളികളും പരിഹാസങ്ങളും ഒക്കെ ആയി ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കതിനുള്ള അവകാശമുണ്ടോ എന്നുള്ള നിങ്ങളുടെ ധാർമ്മികത ഈ കാര്യത്തിൽ എന്താണെന്നുള്ളത് മാത്രം അളക്കുക. രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണ്, പുകമറകൾ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട കേട്ടോ. മനസ്സിലായില്ലേ? അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഈ പറയുന്ന ഇന്നലെ ഇറങ്ങിയത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പുകൾ, ഈ ഓഡിയോ ക്ലിപ്പുകൾ തന്നെയാണ് ഇതിനോട് സാമ്യമുള്ള സമാനമുള്ള ഓഡിയോ ക്ലിപ്പുകൾ തന്നെയാണ് ഓഗസ്റ്റ് 20-നും പുറത്തു വന്നത്. ഇന്നലെ അന്ന് ഇറങ്ങിയതിൽ നിന്നുള്ള ചില തെറ്റുകളും തിരുത്തലുകളും മാറ്റി ഉള്ള പുതിയ എഡിറ്റഡ് വേർഷനാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അപ്പോ ഇതിനെ അവലംബിച്ചുകൊണ്ട് ഇന്ന് നിമിഷം വരെ പോലീസിന് ഒരു മുന്നോട്ടുള്ള യാത്രക്ക് ഇന്ന് നിമിഷം വരെ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കണ്ട. മനസ്സിലായില്ലേ? ഇന്ന് നിമിഷം വരെ അതിന് നിങ്ങൾക്ക് പോലീസിന് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ ഇന്ന് വരെ എവിടെയും ഒരു മുൻകൂർ ജാമ്യത്തിന് പോയിട്ടില്ല. എന്തുകൊണ്ടാ? അയാൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. തന്നിലേക്ക് എത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കില്ല, ഇത് വെറും പുകമറകളാണ് എന്നുള്ളത് അയാൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അതിനപ്പുറം അയാളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ നിയമത്തിനെതിരായിട്ട്, ഈ രാജ്യത്തെ ഭരണഘടനക്കെതിരായിട്ട് താൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിൽക്കുന്നത്. അത് തന്നെയാണ് രാഹുലിന്റെ വിജയവും. പാലക്കാട്ടെ ജനവും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. പാലക്കാട്ടെ ജനം പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നത് വരെ രാഹുൽ പാലക്കാടിന്റെ മണ്ണിലുണ്ടാകും. അതൊരിക്കലും നടക്കാനും പോകുന്നില്ല. ഇനി നിങ്ങൾ ജനപ്രതിനിധിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ. അടുത്ത തെരഞ്ഞെടുപ്പില് പാലക്കാടിന്റെ മണ്ണില് രാഹുല് അതിനി സ്വതന്ത്രനായിട്ട് മത്സരിച്ചാലും രാഹുൽ വൻ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്ന് വിജയിച്ചു കയറുമെന്നുള്ള തർക്കം നിങ്ങൾക്കാർക്കും വേണ്ട, ഒരു സംശയവും വേണ്ട. ഈ ന്യൂസ് റൂമുകളിൽ നിൽക്കുന്ന നിങ്ങൾക്കൊണ്ട് അതിന് സാധിക്കുമോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ന്യൂസ് റൂമിൽ നിൽക്കുന്ന നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കുമോ? ഇല്ല. അപ്പോ
പാലക്കാടിന്റെ മണ്ണില് രാഹുൽ ഉണ്ടാകും. രാഹുൽ ഉണ്ടായേ തീരൂ. അത് പാലക്കാട്ടെ ജനങ്ങളുടെ ആവശ്യമാണ്. ആ ജനങ്ങളുടെ ആവശ്യത്തിനൊപ്പമാണ് ഇത്രയും ദിവസം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് കുറെ കാലങ്ങളൊന്നും ആയിട്ടില്ല, ഒരൊറ്റ വർഷമേ ആയിട്ടുള്ളൂ. ഈ ഒരു വർഷക്കാലം മൊത്തം പാലക്കാടിന്റെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യത്തിനൊപ്പം നിന്ന് അവരുടെ ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിയെ പാലക്കാട് കൈവിടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. നിങ്ങൾ എത്രയൊക്കെ വാർത്തകൾ കൊടുത്തോളൂ, ഇവിടെ അതിനൊന്നും ഒരു തടസ്സവുമില്ല കേട്ടോ. ഈ രാജ്യത്ത് നിങ്ങൾക്ക് വാർത്തകൾ കൊടുക്കാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വാർത്ത കൊടുത്തോളൂ. നിങ്ങൾ എത്രയൊക്കെ വേട്ടയാടിയാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അയാളെ തളർത്താൻ കഴിയില്ല, എന്നിട്ടല്ലേ നിങ്ങൾക്ക് അയാളെ തകർക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നിറവേറ്റാൻ പോകുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുക. അത് നിങ്ങൾ വഴിയെ മനസ്സിലാക്കും. കാരണം എത്രയൊക്കെ പണിയെടുത്തിട്ടും അയാളെ തളർത്താൻ കഴിയില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ തന്നെ സാവധാനം പിന്തിരിഞ്ഞോളൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. രാഹുൽ പാലക്കാടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ വളരെ ബിസിയാണ് അയാൾ വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങളിലാണ്. വീടുകൾ കയറിയിറങ്ങുവാനും പാലക്കാട്ടെ ജനങ്ങളെ കാണുവാനും അവരുമായിട്ടുള്ള സമ്പർക്കം ഊട്ടിയുറപ്പിക്കുവാനുമുള്ള ശ്രമങ്ങളിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുള്ളത്. അയാൾ അതുമായി മുന്നോട്ട് പോകും, ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയും പോലെ നിങ്ങൾ രാഹുലിനെ തളർത്താൻ ശ്രമിക്കുക. പക്ഷേ നടക്കില്ല എന്നുള്ള ഒരു വിശ്വാസം അത് നിങ്ങളിൽ പതിയെ വന്നോളൂ. മനസ്സിലായില്ലേ? പുച്ഛങ്ങളും പരിഹാസങ്ങളും ഒന്നും ഇവിടെ ഒരു വിഷയമല്ല. അത് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ പലതിൻ്റെയും അടിസ്ഥാനത്തിൽ തളർത്താൻ ശ്രമിക്കും. നോ, അങ്ങനെ ഒരു പരിഗണന തന്നെ ഇല്ല. അതുകൊണ്ട് അതൊന്നും രാഹുൽ മാറ്റർ ആക്കുന്നില്ല. നിങ്ങൾക്കുള്ള ഉത്തരമില്ല. ജനകീയ കോടതിയിൽ നിയമത്തിന്റെ മുന്നിൽ തന്റെ നിരപരാധിത്വം രാഹുൽ തെളിയിക്കും. അതുവരെ നിങ്ങൾ വെയിറ്റ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക.